അവൾ എന്നെ വിളിച്ചു എന്ന് പറയുന്നതും അവൻ അവളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളല്ലേ? വിളിച്ചു എന്ന് പറയുമ്പോൾ സ്വയം ചെയ്തതാണ്. പക്ഷേ വിളിപ്പിച്ചു എന്നായാലോ വേറൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വിളിപ്പിച്ചു, വാങ്ങിപ്പിച്ചു, എഴുതിച്ചു, ചിരിപ്പിച്ചു എന്നൊക്കെ പറയുന്നതും അങ്ങനെ വേറൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്നതാണ്. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നോക്കാം നമുക്ക്. ഷീ മെയ്ഡ് മീ ക്രൈ എന്ന് പറഞ്ഞാൽ അവൾ എന്നെ കരയിച്ചു എന്നാണ്. ഷീ മെയ്ഡ് മീ ലാഫ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ ചിരിപ്പിച്ചു. ഷീ മെയ്ഡ് മീ സിങ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസസ് ആണ്. അതുകൊണ്ടാണ് മേക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ മെയ്ഡ് ഉപയോഗിച്ചത്. ഏത് ടെൻസിൽ വേണമെങ്കിലും നമുക്ക് ഈ സെൻറ്റൻസുകളെ മാറ്റി എഴുതാം. ഷീ വിൽ മേക്ക് മീ ലാഫ് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസായി. അവൾ എന്നെ ചിരിപ്പിക്കും എന്നായി അതിൻ്റെ മീനിങ്. ഷീ മേക്സ് മീ ലാഫ് എന്നായാലോ അവൾ എന്നെ ചിരിപ്പിക്കാറുണ്ട്. ഷീ ഈസ് മേക്കിംഗ് മീ ലാഫ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സബ്ജക്റ്റും ഓബ്ജക്റ്റും ഒക്കെ ഒന്ന് മാറ്റി കുറച്ച് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. ഐ വിൽ മേക്ക് ഹിം ബൈ ഇറ്റ്. ഞാൻ അവനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. ബൈ എന്നാൽ വാങ്ങുക. ഹി വിൽ മേക്ക് മീ റൈറ്റ് എ ലെറ്റർ. അവൻ എന്നെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ വിൽ മേക്ക് എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ദേ മെയ്ഡ് മീ ഈറ്റ് ചിക്കൻ. അവർ എന്നെ കൊണ്ട് ചിക്കൻ കഴിപ്പിച്ചു. ഹി മെയ്ഡ് ഹെർ കോൾ മീ. അവൻ അവളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. ഇവിടെയൊക്കെ മെയ്ഡ് ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസസ് ആണ്. ഡോണ്ട് മേക്ക് ഹെർ ക്രൈ. അവളെ കരയിപ്പിക്കല്ലേ. ഡോണ്ട് മേക്ക് മീ ലാഫ്. എന്നെ ചിരിപ്പിക്കല്ലേ. വൈ ഡിഡ് യു മേക്ക് മീ ഡു ദിസ്. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും ആയി. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. അത് ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ മേക്ക് എന്ന വേർബിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് ഓരോ ടെൻസ് അനുസരിച്ച് ഉപയോഗിക്കാം. പിന്നീട് ഉപയോഗിക്കേണ്ടത് ഓബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ വേർബിൻ്റെ V1 ഫോം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണ് ചെയ്യിപ്പിച്ചത്, ആ ആളാണ് സബ്ജക്റ്റ്. പിന്നെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണെങ്കിൽ മീ, അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണെങ്കിൽ ഹെർ. അങ്ങനെ ഓബ്ജക്റ്റും മാറ്റി മാറ്റി ഓരോ സെൻറ്റൻസ് അനുസരിച്ച് ഉപയോഗിക്കുക.